അൾട്രാവയലറ്റ് സൂചിക ഉയരുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. 7 സ്റ്റേഷനുകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി സൻസ ശോഭാചന്ദ്രൻ ചേരുകയാണ്. സൻസ, അൾട്രാവയലറ്റ് ഈ തരത്തിൽ ഉയരുന്ന ഒരു സൂചിക ഉയരുന്ന സാഹചര്യം അതും നമുക്ക് ഒരു ആശങ്കയാണ്. കാരണം ഇപ്പോൾ ഈ സൂര്യാതപമൊക്കെ ഉള്ള തുടർച്ചയായി അത്തരം വാർത്തകൾ വരുന്ന ഒരു സാഹചര്യം. അതേ രുചീഷ്, അൾട്രാവയലറ്റ് സൂചിക ഉയരുന്നതിനനുസരിച്ച് സൂര്യനിൽ നിന്ന് അൾട്രാവയലറ്റ് രശ്മികൾ UV ഇൻഡെക്സ് ഉയരുന്നതിനനുസരിച്ച് അൾട്രാവയലറ്റ് രശ്മികൾ കൂടുതലായി ദോഷം ചെയ്യും. സൂര്യാതപം കൂട്ടാൻ സാധ്യതയുണ്ട്. 4 സ്റ്റേഷനുകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 7 സ്റ്റേഷനുകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം തന്നെയാണ് നൽകുന്നത്. സൂര്യനിൽ നിന്ന് നേരിട്ട് സൂര്യരശ്മികൾ ആഗിരണം ചെയ്യുകയാണെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും. കാരണം അത് മനുഷ്യ ശരീരത്തെ പൊള്ളിക്കുന്ന തരത്തിലുള്ള സൂര്യ കിരണങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കാൻ ഒരു സെൽഫ് ലോക്ക്ഡൌൺ തന്നെയാണ് നിർദ്ദേശമായി നൽകുന്നത്. കൂടാതെ തന്നെ പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, അതുപോലെയുള്ളവർ, ജലഗതാഗതം, അതുപോലെ മത്സ്യത്തൊഴിലാളികൾ എന്നിവരൊക്കെ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമാണ് ഈ ഒരു സമയത്ത് ലഭിക്കുന്നത്. പകൽ സമയത്ത് പുറത്തു പോകുമ്പോൾ തൊപ്പിയും കുടയും ഒക്കെ ഉപയോഗിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ്. ദാഹജലം, വെള്ളം അത്യാവശ്യമായിട്ടും ദാഹമില്ലെങ്കിൽ പോലും കുടിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സൂര്യന്റെ രശ്മികൾ നേരിട്ട് ആഗിരണം ചെയ്യുന്നത് വലിയ തരത്തിലുള്ള ദോഷമാണ് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. അത് സൂര്യാതപത്തിലേക്ക് പെട്ടെന്ന് നയിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് തടയാനുള്ള എല്ലാവിധ നിയന്ത്രണങ്ങളും ഉണ്ടാവണമെന്ന ഒരു നിർദ്ദേശം തന്നെയാണ് ഈ ഒരു സമയത്ത് നൽകുന്നത്. ഈ സൂര്യാതപത്തിനുള്ള സാധ്യത, ഈ അൾട്രാവയലറ്റ് രശ്മികൾ ഉയരുന്നതിനനുസരിച്ച് സൂര്യാതപത്തിനുള്ള സാധ്യത വളരെ വലിയ രീതിയിൽ കൂടുന്ന ഒരു സാഹചര്യമാണ്. ഈ താപനില ഉയരുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിലെ ഈർപ്പം അത് വലിയ തരത്തിൽ, ഈ ഹ്യൂമിഡിറ്റി വലിയ തരത്തിൽ മനുഷ്യന് ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അൾട്രാവയലറ്റ് രശ്മികൾ ഉയരുന്ന ഒരു സാഹചര്യം. അതിൽ എന്തായാലും പുറത്തു പോകുന്നത് ഒഴിവാക്കിയാൽ മാത്രമേ ഒരു രക്ഷയുള്ളൂ എന്ന് തന്നെ പറയാം. അതാണ് സെൻസ, നമ്മളിപ്പോൾ ചൂടിന്റെ ഈ ഡിഗ്രി സെൽഷ്യസ് പറയുമ്പോൾ പോലും ഹ്യൂമിഡിറ്റി കൂടി കണക്കുകൂട്ടി അത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ അൾട്രാവയലറ്റ് സൂചിക കൂടി ഉയരുന്ന ഒരു പശ്ചാത്തലം. നമ്മളത് വളരെ ഗൗരവമായി കാണണം. കാരണം ഇന്ന് പോലും നമ്മൾ ഈ രാവിലെ പോലും ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പല ജില്ലകളിലായി ഈ സൂര്യാതപമേറ്റ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേ രുചീഷ്, ഈ സൂര്യനിൽ നിന്ന് നേരിട്ട് വെയിൽ ആഗിരണം ചെയ്യുന്നത് വലിയ തരത്തിലുള്ള പ്രശ്നമാണ്. കാരണം ഈ സൂര്യകിരണങ്ങൾ അത് ദോഷകരമായിട്ടാണ് ഈ ഒരു താപനില ഉയരുന്ന സമയത്ത് അത് നേരിട്ട് ആഗിരണം ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അത്തരം ഒരു സമയത്ത് പുറത്തിറങ്ങുകയാണെങ്കിൽ തൊപ്പിയോ കുടയോ അല്ലെങ്കിൽ മറ്റൊന്നും ഇല്ലെങ്കിൽ അത് നേരിട്ട് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുമ്പോൾ സൂര്യാതപത്തിലേക്ക് അത് പെട്ടെന്ന് നയിക്കുന്നു. കൂടാതെ വെള്ളം ആവശ്യത്തിന് കുടിച്ചില്ലെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം ഇല്ലെങ്കിൽ, വലിയ തോതിൽ ഇല്ലെങ്കിൽ, ഈ സൂര്യന്റെ പ്രകാശം ആഗിരണം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സൂര്യാതപത്തിലേക്ക് അത് നയിക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ആദ്യം ഒരു ശരീരം കുഴയുന്നത് പോലെയാണ് തോന്നുക. പക്ഷെ പെട്ടെന്ന് ശരീരം പൊള്ളുന്നു, അവയവങ്ങളൊക്കെ പ്രവർത്തനരഹിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നു. ഇത് മരണത്തിലേക്ക് അടക്കം കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഓറഞ്ച് അലർട്ടും അതുപോലെ തന്നെ യെല്ലോ അലർട്ടുമാണ് ഈ അൾട്രാവയലറ്റ് സൂചിക ഉയരുന്നതിനനുസരിച്ച് സംസ്ഥാനത്ത് നൽകിയിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് നൽകുന്ന ഒരു സാഹചര്യത്തിൽ പത്തനംതിട്ടയിലൊക്കെ ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ സൂര്യരശ്മികൾ നേരിട്ട് ആഗിരണം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണെങ്കിൽ സൂര്യാതപം ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പരമാവധി പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നത്. സൂര്യരശ്മികൾ നേരിട്ട് ആഗിരണം ചെയ്യരുത് എന്നത് തന്നെയാണ് ഈ സൂര്യാതപത്തിൽ നിന്നും സൂര്യാഘാതത്തിൽ നിന്നുമൊക്കെ രക്ഷ നേടാനുള്ള ഏക പോംവഴിയായിട്ട് നമുക്ക് പറയാനുള്ളത്. കൂടാതെ തന്നെ കുടയോ തൊപ്പിയോ കരുതാതെ പുറത്തിറങ്ങരുത് എന്ന് തന്നെയാണ് ഓരോ മനുഷ്യരോടും നമുക്ക് പറയാൻ കഴിയുന്നത്. താപനില ഉയരുന്നതിനനുസരിച്ച് അൾട്രാവയലറ്റ് രശ്മികളുടെ സാധ്യതയും സൂചികയും ഉയരുകയാണ്. മനുഷ്യന് ഒരിക്കലും ആഗിരണം ചെയ്യാൻ കഴിയാത്തത്ര അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്തത്ര ചൂടാണ്, വെയിലാണ് ഉള്ളത്. അതൊരിക്കലും നേരിട്ട് ആഗിരണം ചെയ്യുന്നത് ഒരിക്കലും സുരക്ഷിതമല്ല. കണ്ണിനും ചർമ്മത്തിനുമാണ് അൾട്രാവയലറ്റ് രശ്മികൾ ഉയരുന്നതിനനുസരിച്ച് അത് ബാധിക്കുക കണ്ണിനും അതുപോലെ തന്നെ ചർമ്മത്തിനുമാണ്. ചർമ്മം
പൊള്ളലേൽക്കാനുള്ള സാധ്യത വലിയ തോതിലുണ്ട്. അത് പൊള്ളലേറ്റാൽ തന്നെ അത് ഉണങ്ങാനോ അല്ലെങ്കിൽ വലിയ തരത്തിൽ അത് ക്യാൻസറിലേക്കൊക്കെ നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കണ്ണിനും ഇത് കാഴ്ചയെ അടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. സൺഗ്ലാസ് ഉപയോഗിക്കണം, പരമാവധി പുറത്തു പോകുമ്പോൾ സൺഗ്ലാസ് ഉപയോഗിക്കണം, കുടയും തൊപ്പിയും എന്തായാലും ഉപയോഗിക്കണം. ഇത്തരത്തിൽ വെള്ളവും ദാഹമില്ലെങ്കിൽ പോലും നിരന്തരമായി വെള്ളം കുടിക്കണം. എങ്കിൽ മാത്രമേ ഈ സൂര്യാഘാതം അല്ലെങ്കിൽ സൂര്യാതപം എന്നിവയെ തടയാൻ കഴിയൂ. പരമാവധി ഇതിനെ എല്ലാവരും വളരെ ഗൗരവത്തിൽ എടുക്കണം. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഓറഞ്ചോ യെല്ലോ അലേർട്ടും തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അലേർട്ടുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും നമുക്കിപ്പോൾ സൂര്യാതപം ഏറ്റ കേസുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലാണ് താപനില വലിയ തരത്തിൽ ഉയരുന്ന ഒരു സാഹചര്യമാണ്. 39 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് എങ്കിൽ പോലും മനുഷ്യന് അത് സഹിക്കാൻ കഴിയാത്തത്ര ആണ് എന്ന് വേണം കരുതാൻ. അത് തന്നെയാണ് കാരണം 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്ന തരത്തിലാണ് കാര്യങ്ങൾ ഉള്ളത്. എന്തായാലും കനത്ത ചൂടാണ്. ചൂടിന് പുറത്തിറങ്ങുന്ന ആളുകൾ എന്തായാലും കുട ഉപയോഗിച്ച് തന്നെ പുറത്തിറങ്ങാൻ ശ്രമിക്കുക. പക്ഷേ കഴിയുന്നതും 10 മണി മുതൽ 3 മണി വരെ ഉള്ള സമയത്ത് സൂര്യരശ്മി നേരിട്ട് കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ തൊഴിലാളികളുടെ കാര്യമാണ് കഷ്ടം. പല ആളുകൾക്കും അത് മാറ്റാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുമ്പോഴാണ് തുടർച്ചയായി ഇത്തരത്തിലുള്ള സൂര്യാതപ വാർത്തകൾ നമ്മൾ കാണുകയും ചെയ്യുന്നത്. മറ്റു വാർത്തകൾ പരിശോധിക്കും.